അപ്പോൾ ഇന്ന് ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയണത് ഞാൻ ഇതുപോലെയുള്ളതൊക്കെ വല്ലപ്പോഴും മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറയണത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പയാണ് കേട്ടോ. കപ്പ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണ്, അപ്പുറത്തെ പറമ്പിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ 2 വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്ത് കുക്ക് ചെയ്തു കേട്ടോ. പിന്നെ കപ്പയിലെ വെള്ളം വാഴ്ന്നു പോകാൻ വേണ്ടി വച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കൊല്ലമുളക്, പിന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു. പിന്നെ ചിക്കനും കൂടി ഉണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ റെഡി ആയിട്ടോ. നെക്സ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പോൾ ചിക്കനും കപ്പയും ഫ്രൈയും എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അമ്മോൾക്ക് കൊടുത്തു. ഞാനും അമ്മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മോൾ ടേസ്റ്റൊക്കെ ചെയ്ത് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. കുറച്ച് ഫ്രൈ എടുത്ത് കഴിച്ചു നോക്കി. ചൂടില്ലാത്ത കുഞ്ഞ് പീസ്. ചൂടുണ്ടോ? എരിവാ? ചൂടാ? ചൂട്. ഓക്കെ, ചായ കുടിക്കട്ടോ. പിന്നെ ഞാൻ ചേട്ടന് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അതിൻ്റെ അൺബോക്സിങ്ങും കൂടി ഉണ്ട്. ഞാൻ എല്ലാ വർഷവും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടന് ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, തിരിച്ച് എനിക്കും തരാറുണ്ട്. ഈ വർഷം എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാ വർഷത്തേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പുറത്തുപോയി ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സംഭവം ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ടെൻഷനൊക്കെ എനിക്കായിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്താവും എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കിട്ടി. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ. ഞാൻ മീഷോയിലായിരുന്നു ഇത് ചെയ്യിച്ചെടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല റേറ്റും കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ പറയണതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഹാപ്പി 12th വെഡ്ഡിങ് ആനിവേഴ്സറി ടൂസ് അമ്മു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങളുടെ റിസപ്ഷൻ്റെയും പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഓർക്കുമെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഒരു ആ ടൈമിലെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഓർത്തെടുക്കുന്നതുകൊണ്ട് ഈ ഫോട്ടോയും കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അമ്മോള് എനിക്കും ചേട്ടനും വേണ്ടി തന്നതാണ് കേട്ടോ. ഇത് ചേട്ടന് കൊടുത്ത ഗിഫ്റ്റാണ്, ഒരു ബൊക്കെ പോലെ. പിന്നെ എനിക്ക് അവരുടെ ഒരു വെഡ്ഡിങ് കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ അമ്മോൾക്ക് അറിയാവുന്നത് പോലെ എല്ലാം എഴുതി ഇത് എനിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വേറെ എന്ത് ഗിഫ്റ്റിനേക്കാളും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഗിഫ്റ്റായിരുന്നു എൻ്റെ അമ്മോള് തന്ന ഈ ഒരു ഗിഫ്റ്റ്.